അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ ദിവസത്തിന്റെ ഹഖ് കൊണ്ട് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ജൂൺ 5 പരിസ്ഥിതി ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്ന ഒരു ദിവസമാണ്. വിശുദ്ധ ഇസ്ലാമിന് ഭൂമിയിൽ മനുഷ്യവാസത്തിന് സൗകര്യങ്ങളും സംവിധാനങ്ങളും അല്ലാഹു തആല ഭൂമിയിലാണ് ഏർപ്പെടുത്തിയത് എന്നതിൽ സംശയമില്ല. മറ്റു ഒരുപാട് ഗോളങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടികളുമൊക്കെയുണ്ട്. പക്ഷേ ഭൂമിയാണ് മനുഷ്യവാസത്തിന് യോഗ്യമായത് എന്ന് ശാസ്ത്രീയമായി തന്നെ പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാനാകും. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ മനുഷ്യനെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു അവന് ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഭൂമിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ശ്വസിക്കാനുള്ള വായുവും ജീവിക്കാൻ അനുയോജ്യമായ കാലാവസ്ഥയുമെല്ലാം മറ്റു ഗോളങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ സൂര്യൻ, ഭൂമി ഇവ രണ്ടും തമ്മിലുള്ള അകലം കൃത്യമായ ഒരു അകലത്തിലായതുകൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ചൂടോ അല്ലെങ്കിൽ അതിലപ്പുറമുള്ള തണുപ്പോ വരാത്തത്. മിതമായ കൃത്യമായ ഒരു ദൂരത്ത് സൂര്യൻ നിൽക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമായി അല്ലാഹു നമുക്ക് സംവിധാനിച്ചു തന്നിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യമുള്ള ഇടമാകണം ഭൂമി എന്നതുകൊണ്ട് തന്നെ, ഈ സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലാഹു ഭൂമിയിലേക്കാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നത്. ഇങ്ങനെ നോക്കിയാൽ അല്ലാഹു ഇവിടെയുള്ള പരിസരങ്ങളെല്ലാം മനുഷ്യന് ജീവിക്കാനുള്ള സംവിധാനങ്ങളോടുകൂടെയാണ് ഇവിടെ സ്ഥിരപ്പെടുത്തിയത്. പക്ഷേ മനുഷ്യന്റെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യരുടെ ചില കൈകടത്തലുകളെ കൊണ്ട് അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ചു വെച്ച സൗകര്യങ്ങളെ അവനാണ് താറുമാറാക്കിയത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. അപ്പൊ മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഭൂമിയിലെ ഇന്ന് കാണുന്ന പല വിഷമങ്ങളും, അന്തരീക്ഷ മലിനീകരണങ്ങളും, മണ്ണിടിച്ചിലുകളും, വെള്ളം പൊങ്ങലും ഇങ്ങനെ തുടങ്ങിയ പ്രയാസങ്ങളെല്ലാം നേരിടേണ്ടി വന്നത്. ഇങ്ങനെയുള്ള ദിനങ്ങൾ ആചരിക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതികളെ, നമ്മുടെ പരിസരങ്ങളെ എല്ലാം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. പരിസ്ഥിതി എന്നെന്നും നല്ലതുപോലെ നിലനിന്നാലാണ് മനുഷ്യന് നല്ല രീതിയിൽ നിലനിൽക്കാനാകൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അറിവ് വേണമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ മക്കൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് ഇറങ്ങുകയാണ്. പുതുപുത്തൻ പുസ്തകങ്ങളും ബാഗുകളും എല്ലാമായി അവര് സ്കൂളുകളിലേക്ക് കടന്നു പോകുന്ന ഒരു കാലം. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അറിവ് എക്കാലത്തും നല്ലതുപോലെ നൽകണം എന്ന് തന്നെയാണ് വിശുദ്ധ ഇസ്ലാമും പറയുന്നത്. മതപഠനം മാത്രമല്ല, കാലത്തിന് അനുയോജ്യമായി സഞ്ചരിക്കാനുള്ള വിദ്യകളും അതുപോലെയുള്ള അഭ്യാസങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ വേണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.
നോക്കൂ നിങ്ങൾ, ഇപ്പോൾ പുതിയ വർഷത്തിൽ നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന് അകത്തും അല്ലാതെ പുറത്തും എല്ലാം മുസ്ലിം സമുദായത്തെ ഒറ്റ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ്. പുതിയ വിദ്യാഭ്യാസങ്ങളെ കാലത്തിനോടനുയോജിച്ച സഞ്ചരിക്കാൻ പറ്റിയ അറിവുകളെ അവർക്ക് നേടിക്കൊടുക്കൽ നമുക്ക് ബാധ്യതയുണ്ട്. അവരത് നേടിയെടുക്കണം. അതിന്റെ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും നമ്മുടെ കയ്യിൽ വേണം. അതല്ല എങ്കിൽ ഇന്ന് സാമ്പത്തികമായി രാഷ്ട്രീയമായി ഈ സമുദായത്തെ എല്ലായിടങ്ങളിലും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലല്ല എങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലടക്കം മുസ്ലിം നാമങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ പേരുകളെ എല്ലാം വേർതിരിച്ചു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൽ വളർന്നു വരേണ്ട അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് അറിവ് നമ്മുടെ മക്കൾക്ക് വേണം. അറിവുണ്ടായാലാണ് എല്ലായിടത്തും സ്ഥാനമുള്ളൂ. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു ആയത്തുണ്ട്, സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങളെ വളർന്നു വരണമെങ്കിൽ, ഉയർന്ന ദറജകളിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അറിവ് നമ്മുടെ കയ്യിൽ വേണം, വിവരം വേണം. ആ അറിവ് ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നോക്കൂ നിങ്ങൾ, എല്ലാ അറിവുകളും നമ്മുടെ കയ്യിൽ വേണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് അയച്ച ഒരു കത്തുണ്ട്. ഷാമിലേക്ക് അയച്ച കത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ മഹാനാണ്. ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയാണ്. ഖുലഫാഉർ റാഷിദീങ്ങളിലെ ധീരനായ പോരാളിയും നേതാവുമാണ്. ഈമാൻ തുളുമ്പുന്ന മഹാനായ നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പ്രവേശിച്ച വഴിയിൽ പിന്നെ ഇബ്ലീസിന് പ്രവേശിക്കാനാകുന്നില്ല. അത്രയും ധീരനായ ഈമാൻ തുളുമ്പുന്ന നേതാവ് പറയുകയാണ്, ഷാമിലേക്ക്, ഇന്നത്തെ സിറിയ, ഡമസ്കസ്, അവിടത്തേക്കുള്ള കത്തയച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതിയത് എന്താണ്? അന്ന ഉമർ റളിയല്ലാഹു അൻഹു കതബ ഇലാ അഹ്ലി ഷാം. ഇന്നത്തെ സിറിയയിലേക്ക്, ഡമസ്കസിലേക്ക്, അന്നത്തെ ഷാം എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, അവിടുത്തെ ഭരണാധികാരികളിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതിയ കത്ത്, അല്ലയോ നിങ്ങൾ അവിടെയുള്ള മക്കൾക്ക് നീന്തൽ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. എന്തുകൊണ്ടാ നീന്തൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്? മദീനയിൽ ഒരു പുഴയില്ല, മദീനയിൽ കടലില്ല, മദീനയിൽ കായലില്ല. അങ്ങനില്ലാത്ത ഒരിടത്ത് ഭരണം നടത്തുന്ന ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് കത്തെഴുതുകയാണ്. അവിടെയുള്ള ഗവർണർമാർക്ക് നിങ്ങൾ അവിടെയുള്ള മക്കൾക്ക് നീന്തൽ പഠിപ്പിക്കണമെന്ന്. എന്തിനായിരുന്നു അത്? കാലത്തിനോടനുയോജിച്ച് അവിടെ സഞ്ചരിക്കണമെങ്കിൽ ആ കാലഘട്ടത്തെ, ആ പ്രദേശത്തെ സാഹചര്യങ്ങളും അവിടെയുള്ള ജനതയുടെ പെരുമാറ്റങ്ങളും അറിഞ്ഞ് അവിടെയുള്ള മക്കൾക്ക് വേണ്ട അഭ്യാസങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവിടെ നദിയും അതുപോലത്തെ നീന്തേണ്ട ഇടങ്ങളും എല്ലാം അവിടെ വേണ്ടവോളമുണ്ട്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിന്റെ ഖലീഫയായ ഭരണാധികാരി കത്തെഴുതുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെയുള്ള മക്കൾക്ക് നിങ്ങൾ നീന്തൽ പഠിപ്പിക്കണമെന്നാണ്. തീർന്നില്ല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വറമിയ, നിങ്ങൾ അമ്പെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക്. വൽ ഫുറൂസിയത, അതുപോലെ തന്നെ കുതിരകളെ, അന്നത്തെ വാഹനമായ കുതിരകളെ ഓടിക്കാൻ അവർക്ക് പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാരാ പറയുന്നത്? ഇതാരാണ് പറയുന്നത്? വിശുദ്ധ ഇസ്ലാമിന്റെ അമരക്കാരനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിലിരുന്ന് തന്റെ ഭരണപ്രദേശങ്ങളിലേക്ക് കത്തെഴുതുകയാണ്. അവിടെയുള്ള മക്കളെ കാലത്തിനോടനുയോജ്യമായിട്ട് അന്നത്തെ ഡ്രൈവിംഗ് ആണ് അവിടെ കുതിരയെ ഓടിക്കുക എന്നുള്ളത്.
അവിടുത്തെ പ്രാദേശികമായി നീന്തൽ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ തുടങ്ങിയ വിദ്യാഭ്യാസങ്ങളെയും അഭ്യാസങ്ങളെയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കാലത്തിനോട് അനുയോജിച്ച് നമ്മുടെ മക്കൾ പഠിക്കണം, പഠനം വേണം. ഭൗതിക വിദ്യാഭ്യാസങ്ങൾ അവർക്ക് വേണം. ആ വിദ്യാഭ്യാസങ്ങൾ നേരിന്റെ വഴിയിലായിരിക്കണം. അതോടൊപ്പം മതബോധം കൃത്യമായി നമ്മൾ അവർക്ക് നൽകണം. അപ്പോഴാണ് ആ മക്കളെ നമുക്ക് ഉപകരിക്കാനാകുന്നത്. നോക്കൂ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഒരൊറ്റ എഴുത്ത് മതി ഈ കാലഘട്ടത്തിനോട് യോജിച്ചു നോക്കിയാൽ നമ്മുടെ മക്കൾ എങ്ങനെ വളർത്തണമെന്നറിയാൻ. നമ്മുടെ സമുദായത്തിൽ നമുക്ക് ഡോക്ടർമാര് വേണം, ഈമാനുള്ള ഡോക്ടർ വേണം. നമ്മുടെ സമുദായത്തിൽ നമുക്ക് എഞ്ചിനീയർമാര് വേണം, ഈമാനുള്ള എഞ്ചിനീയർമാര് വേണം. നമ്മുടെ സമുദായത്തിൽ മറ്റുള്ള വിദ്യാഭ്യാസങ്ങൾ സിഎക്കാരും മറ്റുള്ള ജോലിക്കാരും എല്ലാം വേണം. അവരെല്ലാം ഈമാനുള്ളവരായി മാറണം. അങ്ങനെയുള്ള മക്കളെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. അപ്പോഴാണ് ഈ സമുദായത്തിന് ഉപകാരപ്പെടുന്നത്. കേവലം ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാംഗ്ലൂരിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാഷ്ട്രങ്ങളിലേക്കും പലരും പറഞ്ഞുവിട്ട് പിന്നീട് അവർ തിരിച്ചു വന്ന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടാതെ ലഹരിക്ക് വരെ അടിമപ്പെട്ടു പോയ എത്രയോ മക്കളുടെ കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് ഫോൺ വന്നു, ഒരു ഫോൺ. ആ കുട്ടിയെ നല്ലപോലെ പഠിപ്പിച്ചതാണ്. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ആ വാർത്ത കേട്ടപ്പോൾ. ആദ്യം ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച് ആ വിവാഹം അവൻ ഒഴിവാക്കി, ഡിവോഴ്സായി. രണ്ടാമത് വേറെ ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹവും കഴിച്ച് അതും അതിന് ഒഴിവാക്കി. ഇപ്പോൾ ഇന്ന് അവൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ വാർത്തയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈമാനികമായ ചിന്ത അതിന്റെ കൂടെ ഇല്ലാത്തതിന്റെ പേരിലാണ് ഇത്തരം എല്ലാ തർക്കങ്ങളും വരുന്നത്. കുടുംബത്തിൽ ഭാര്യയുമായി ചെറിയ സൗന്ദര്യപ്പിണക്കം വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ, ജീവിതത്തിൽ കടബാധ്യതകളും ബിസിനസിന്റെ തകർച്ചയും എല്ലാം ജീവിതത്തിന്റെ ഭാഗമായി കടന്നു വരും. അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ ആത്മഹത്യ അതിന്റെ പരിഹാരമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സമുദായത്തിന്റെ മക്കൾ അപകടങ്ങളിലേക്ക് പോകുന്നത്. അവർക്ക് ഇംഗ്ലീഷ് അറിവിന്റെ കുറവില്ല, അവർക്ക് ഇന്നത്തെ സയൻസും ശാസ്ത്രവും അറിയാത്തതിന്റെ കുറവില്ല. അവരുയർന്ന വിദ്യാഭ്യാസവും ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം നേടിയവരാണ്. പക്ഷെ അവരെ കുടുംബത്തിൽ കലഹമുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവർ ആത്മഹത്യയെ തെരഞ്ഞെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വിദ്യാഭ്യാസത്തോടൊപ്പം അവര് മതബോധം നേടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദരന്മാരെ, നമുക്ക് നമ്മുടേതായ വിദ്യാലയങ്ങൾ വേണം. ആ വിദ്യാലയങ്ങളിൽ സംസ്കാരമുള്ള ഇടങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയച്ച് അവരെ വിദ്യാഭ്യാസം നേടാനുള്ള വഴികളെ നമ്മൾ കാണണം. അതോടൊപ്പം മതപരമായ വിവരങ്ങളെ അവരിലേക്ക് നമ്മൾ അറിവുകളെ നേടിക്കൊടുക്കാൻ നമുക്കാകണം. അവരുടെ കേവലം അവർ വലുതായി വന്ന് ചെറിയ പ്രായത്തിൽ നമ്മോടൊപ്പം നിന്നവരായിരിക്കും. ചെറിയ പ്രായത്തിൽ മക്കളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, ചെറിയ പ്രായത്തിൽ നമ്മോട് ഒന്നിച്ചുള്ള മക്കളായിരിക്കും. പക്ഷേ അവർ വലുതായി പോകുമ്പോൾ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വലദുക റൈഹാനതുക തശുമ്മുഹാ സബഅ വഖാദിമുക സബഅ ثم هو عدوك وشريكك. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മോനെ, നിന്റെ മകൻ ചെറിയ പ്രായത്തിൽ വലതുക റൈഹാനതുക തശുമ്മുഹാ സബഅ, നിന്റെ മകനെ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ നീ മാറി മാറി ചുംബിച്ചെടുത്ത് നടന്ന മോനാണ്. എന്നാൽ ആ പ്രായം അങ്ങ് കഴിഞ്ഞാൽ വഖാദിമുക സബഅ, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള നിന്റെ മകന്റെ 7 വർഷത്തെ പ്രായമില്ലേ, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ആ മകൻ നിന്റെ കൂടെ വഖാദിമുക സബഅ,
നിന്റെ കൂടെ എല്ലാം ചെയ്യാൻ ഒരു ഖാദിമായി സേവകനായി നിന്റെ കൂടെയുണ്ട്. മോനെ വാപ്പാന്റെ ചെരുപ്പിങ് എടുക്കുന്ന് പറയുമ്പോ എടുക്കാൻ മോനുണ്ട്. വാപ്പാന്റെ വസ്ത്രം ഇങ്ങ് കൊണ്ടുവരെന്ന് പറയുമ്പോ ചെയ്തു തരാൻ മോനുണ്ട്. 14 വയസ്സ് വരെ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്നാൽ ആ 14 വയസ്സ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ നിന്റെ ശത്രുവായി മാറുകയാണ്, ബാപ്പയുടെ ശത്രുവായി മാറുകയാണ്, അതല്ലെങ്കിൽ ബാപ്പാന്റെ കൂടെ നിൽക്കുന്ന ഒരു മോനായി മാറുകയാണ്. ശരിയല്ലേ? എത്രയോ ഉപ്പമാരിന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ മകനെ 1 മുതൽ 7 വയസ്സ് വരെ ഞാൻ എങ്ങനെ ചുംബിച്ച് വളർത്തിയ മകനാണ് എന്ന് നമുക്ക് വിലയിരുത്താനാകും. 7 to 14 വയസ്സ് വരെ എന്റെ മകൻ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിരുന്നു. മോനെ വാപ്പാടെ ഷർട്ടും എടുത്തു കൊണ്ടുവരുന്നു പറഞ്ഞാൽ ഓടിപ്പോയി എടുത്തുകൊണ്ടിരുന്നു. മോനെ വാപ്പാക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആ 2 മക്കളുണ്ടെങ്കിൽ 2 പേരും മത്സരിച്ചിട്ടാണ് ആ ഗ്ലാസ് കൊണ്ടുവരാൻ ഓടിപ്പോകുന്നത്. എന്നാൽ ഈ 14 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എന്റെ മകൻ എന്റെ കൂടെ ഞാൻ പറഞ്ഞതനുസരിച്ച് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ 2 വിഭാഗക്കാരായിട്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മക്കളെ എണ്ണിയത്. ഒന്ന്, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നിന്റെ ശരീക്കായിട്ട്, അല്ല എങ്കിൽ അദുവുക, ബാപ്പയായിരിക്കും അവന്റെ വീട്ടിലെ ശത്രു. ബാപ്പ ഒരു ശത്രുവായിട്ടായിരിക്കും. എന്തു പറഞ്ഞാലും ബാപ്പ ചീത്ത പറയാണ്. അതും ചെയ്യാൻ പാടില്ല. മക്കളോട് വേണ്ട രീതിയിൽ വാത്സല്യത്തോടെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. ചിലവാപ്പാരുണ്ട് എപ്പോഴും മക്കള് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ശരിയല്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഈമാനുള്ള സഹോദരന്മാർ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ലപോലെ പോറ്റി വളർത്തണം. അവർക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ, മകനെ ഡോക്ടറാക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ നല്ല ഈമാനികമായ ചിന്തയുള്ള വിദ്യാഭ്യാസവും അതിന്റെ കൂടെ നൽകട്ടെ. മകൻ എഞ്ചിനീയറാകാൻ വേണ്ടി പഠിക്കുമ്പോൾ മതപരമായ വിവരങ്ങളും അതിനോടുകൂടെ മകൻ നേടിയെടുക്കട്ടെ. എന്റെ മകൻ നല്ല ഒരു CA കാരനാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മകന്റെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ മതപരമായ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവും അവൻ നേടിയെടുക്കട്ടെ. അപ്പോഴാണ് ഈ സമുദായത്തിൽ അല്ലാഹ് എന്ന വിചാരമുള്ള ഡോക്ടർ വരുന്നത്, അല്ലാഹ് എന്ന വിചാരമുള്ള എഞ്ചിനീയർ ഉണ്ടാകുന്നത്, അല്ലാഹ് എന്ന വിചാരമുള്ള ഉദ്യോഗസ്ഥർ വരുന്നത്. അപ്പോഴാണ് ഈ സമുദായത്തിന് കാര്യമുള്ളൂ. അല്ലെങ്കിൽ സമുദായത്തിന് ഇത്രയും പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് എന്ത് കാര്യമുണ്ട്? അവസാനം വേറെ ഏതെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും കൈ കണ്ട് ഈ മുസ്ലിമീങ്ങളെ തിരിഞ്ഞു കുത്തുന്ന രീതിയിലേക്ക് അവനാകല്ലേ, പണത്തിന്റെ പേരിൽ അല്ലേ? 4 കെട്ട് കാണുമ്പോഴേക്ക് മറിഞ്ഞു മാറി ഇസ്ലാമിനെതിരെ കുത്തുന്ന ആളുകളായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ മതത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലെ തലമുറയെ നമ്മൾ എല്ലാവരും കുറ്റപ്പെടുത്തും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ സ്വഭാവത്തിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്താറുമില്ല. ഞാൻ എപ്പോഴും ചെറുപ്പക്കാരെ കൂട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. എന്തുകൊണ്ടാണത്? നമ്മളെ ഭൗതിക കലാലയങ്ങളിലെ പെൺകുട്ടികളുടെ അക്രമങ്ങളും അവരുടെ കാട്ടിക്കൂട്ടുകളും കണ്ട് ഇന്നുള്ള കാരണവന്മാർ അവരെ പറ്റി പറയാത്തതൊന്നും ബാക്കിയില്ല. അവരെ ഞാൻ പറയില്ല. 7ാം ക്ലാസ്സിൽ മദ്രസ വിദ്യാഭ്യാസത്തിലെത്തിയപ്പോൾ നിർത്തണമെന്ന് പറഞ്ഞ രക്ഷിതാക്കളെയാണ് ഞാൻ പറയുള്ളൂ. മതവിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്തോ ഒരു ഭാരമായി കണ്ട രക്ഷിതാക്കളില്ലേ, അവരെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടു. എടപ്പള്ളിയിൽ പാതിരാത്രിയിൽ നിൽക്കുകയാണ്. മഴ കാരണം വാഹനം അവിടെ നിന്ന് എടുത്ത് തിരിഞ്ഞു വരാൻ ഞങ്ങൾ ഒരു സൈഡിൽ കാത്തു നിൽക്കുന്ന സമയത്ത് 2 പെൺപിള്ളേര്, ഒന്ന് മുസ്ലിം കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, വേദന കൊണ്ട് പറയാണ്. ഒരു ഷാള് തോളുണ്ട്, തലയിലിട്ടിട്ടില്ല. എന്നാലും മുസ്ലിം കുട്ടികളെ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ അറിയാലോ മുസ്ലിം കുട്ടിയാണെന്ന് ഒന്ന് തോന്നുന്നു, ഒന്ന് മറ്റൊരു മതസ്ഥരുടെ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. 2 കുട്ടികളും ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആദ്യം അവരെ ശ്രദ്ധിച്ചില്ല. നമ്മുടെ വാഹനം കാത്തു നിൽക്കുകയാണ്. പിന്നീടാണ് ഒരു ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അവർ ഫോൺ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടെ ഒരു ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ വന്ന് ഈ മുസ്ലിം ഷാള് തോളിലിട്ട പെൺകുട്ടിയെ, മറ്റേ മതത്തിലുള്ള ഒരു പെൺകുട്ടി, ഇവനക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഈ കുട്ടിക്ക് അവന്റെ കൂടെ ബൈക്കിൽ കയറാൻ ഒരു നാണമുണ്ട്.
ശീലമില്ലാത്ത ഏതോ പുതിയൊരു കുട്ടി ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നതായിരിക്കണം. അവൾ ഈ റൂട്ടിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന് കയറ്റി വിടുകയാണ്. ഇവൾക്ക് കയറാനൊരു മടിയുണ്ട്, എന്നാലും സാരമില്ല പോയിക്കോ എന്ന രീതിയിൽ അവന്റെ കൂടെ കയറ്റി പാതിരാത്രിയിൽ എങ്ങോട്ടോ അവന്റെ കൂടെ കയറി പോകുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിറകിൽ മാത്രം ഓടുന്ന രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, നമ്മുടെ മക്കൾക്ക് മതബോധം നൽകിയില്ല എങ്കിൽ എല്ലാവരും വിരലടിക്കേണ്ടി വരും, എല്ലാവരും വിരലടിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ നാട്ടിൽ ലഹരിയുമായി ആടിത്തിമർക്കുന്ന ഒരു ആണിനെയും പെണ്ണിനെയും പിടികൂടി പോലീസ് രാത്രി പാതിരാത്രിയിൽ കൊണ്ടുപോയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എന്തിനാ വിദൂരത്തേക്ക് പോകുന്നത്? ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന റോഡിൽ നടുറോഡിലാണ് പാതിരാത്രിയിൽ ഒരു ആണിനെയും പെണ്ണിനെയും പിടികൂടുന്നത് അക്രമം കൊണ്ട്. എന്തേ? ലഹരിക്ക് അടിമപ്പെട്ടു പോയതാണ്. എന്താണ് അവന്റെ പേര്? മുസ്ലിം നാമമാണ്. അതാണ് വേദനിപ്പിച്ചത്. അവന്റെ പേരെന്താണ്? മുസ്ലിം നാമമാണ്. ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ നാമത്തിനൊരു ബറക്കത്തുണ്ടല്ലോ. മുസ്ലിം നാമധാരിയായ ചെറുപ്പക്കാരനെയാണ് നമ്മുടെ പടിക്കൽ വെച്ച് ലഹരിയിൽ ആടിത്തിമർത്തുകൊണ്ട് പോലീസുകാരെ ഒന്ന് പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോയത്. അവന്റെ കൂടെയുള്ള പെണ്ണ് ഏതാണ്? ആ പെണ്ണ് എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളെ, ജമാഅത്ത് കമ്മിറ്റിക്കാരെ, നമ്മൾ എല്ലാവരും ഉണരണം. നമ്മൾ ഉണരണം. നമ്മുടെ ജമാഅത്ത് അംഗങ്ങളിലേക്ക് നമ്മൾ കേവലം ഇവിടെയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്കപ്പുറം ഇനിയും നമ്മുടെ ജമാഅത്ത് അംഗങ്ങൾക്ക് എന്തെല്ലാം ദീനീയായ വിദ്യാഭ്യാസങ്ങൾ വേണോ എന്ന് അന്വേഷിച്ച് അത് പകർന്നു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ പറയാണ്, നേരത്തെ മദ്രസ നിർത്തിപ്പോയ ചെറുപ്പക്കാരായ 8ലും 9ലും 10ലും +1ലും +2ലൊക്കെ പഠിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർക്കൊരു മതപഠനം നൽകാൻ നമ്മുടെ രക്ഷിതാക്കൾ തയ്യാറാകണം. ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും അതിന് മുതിരണം. നമ്മുടെ നാട്ടിൽ പ്രായമായ 7 ക്ലാസ് കഴിഞ്ഞ 8ലും 9ലും 10ലും +1ലും +2ലും പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് അതിൻ്റെതായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂറെങ്കിലും അല്ലാഹ് എന്ന വിചാരത്തെ പരിചയപ്പെടുത്താനുള്ള ഒരു സംവിധാനം നമ്മൾ കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുട്ടികളെ ഞാൻ കുറ്റം പറയില്ല എന്ന്. കാരണം വിദ്യാലയങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ളത് യുക്തിവാദമാണ്. ആ യുക്തിവാദം അവരോട് ചോദ്യം ചെയ്യുന്ന, നിങ്ങളുടെ മതത്തിൽ എന്ത്, നിങ്ങളെ പടച്ചവൻ എന്ത്, നിങ്ങളെ മുഹമ്മദ് നബി എന്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ഈ കുട്ടികൾക്കറിയുന്നില്ല. കാരണം 8ഉം 8ഉം തിരിയാത്ത പ്രായത്തിൽ 1 മുതൽ 5 വരെ അല്ലെങ്കിൽ 7 വരെ മദ്രസയിൽ അത് കേട്ടത് പാട്ട് എന്ന് പറഞ്ഞതുപോലെ മനഃപ്പാഠമാക്കി പരീക്ഷ എഴുതിപ്പോയ കുട്ടികൾക്ക് ഇതെന്ത് എന്ന് മനസ്സിലാക്കാൻ ആയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അള്ളാഹു ആരാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ അറിയില്ല. എന്നാൽ ഇത് തന്നെയാണല്ലോ ശരി എന്ന രീതിയിൽ അവർ അള്ളാഹുവിനെയും വിട്ടു, മതവും വിട്ടു, അവരവർ തോന്നിയതുപോലെ ഒരു ജീവിതമായി മാറി. അപ്പോൾ എവിടെയാണ് പിഴച്ചത്? ആ കുട്ടിക്ക് വേണ്ട പ്രായത്തിൽ നല്ല വിദ്യാഭ്യാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ വൈവാഹിക ജീവിതത്തിലേക്ക് വരാത്തത്. വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ മക്കൾ ഇന്ന പ്രശ്നങ്ങൾ, നിനക്ക് യാതൊരു ഫ്രീഡവും ഉണ്ടാകില്ല എന്ന രീതിയിൽ ക്യാമ്പസുകൾക്കകത്ത് നിന്ന് ആരൊക്കെയോ ഇൻജക്ട് ചെയ്യുന്നുണ്ട്. ആ ഇൻജക്ട് ചെയ്തതിൽ മാത്രം ആ ഒരു വിവരം മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ. മോളെ, നിന്റെ വൈവാഹിക ജീവിതത്തിൽ ഇന്നാലിന്ന സൗകര്യങ്ങളും ഇന്നാലിന്ന പ്രതിഫലങ്ങളും ഇന്നാലിന്ന സുരക്ഷിതത്വവും നിനക്കുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ മറുപക്ഷത്തൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മക്കൾ, എനിക്ക് വിവാഹം വേണ്ട, ഞാൻ സ്വന്തമായ ഒറ്റയായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. ഇനി സമ്മതിച്ചാൽ തന്നെ വൈവാഹിക ജീവിതം കഴിഞ്ഞു, ഒരു കുടുംബിനിയായി മാറി. അവിടെ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ മതമില്ല, മതത്തിന്റെ ആളുകളില്ല. ഞാൻ എന്നെ കൂടെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ വേണ്ട രീതിയിൽ, പ്രായമായി, ആ പെൺകുട്ടിക്ക് ഇനി മതം പഠിപ്പിക്കാൻ പാടില്ല എന്തോ എന്നൊരു നിയമം ആരോ ഇതിൽ കിടത്തിക്കൂട്ടിയിരിക്കുകയാണ്. വാജിബായ നിയമങ്ങൾ, നിർബന്ധമായ കർമ്മങ്ങൾ, അത് പഠിക്കലൊരു മുസ്ലിമിന് നിർബന്ധമല്ലേ? നിങ്ങൾ ആരെക്കാത്താണ് നിൽക്കുന്നത്? പാടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, രക്ഷിതാക്കളോട് പറയാണ്, നമ്മുടെ മഹല്ലിൽ എത്രയോ സംവിധാനങ്ങളുണ്ട്, എത്രയോ ആലിമീങ്ങളില്ലേ ഇവിടെ. നിങ്ങൾ ഭക്ഷണം കൊടുത്ത് പോറ്റുന്ന മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഇല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ നാടിന് വേണ്ടി
വേണ്ട രീതിയിൽ അള്ളാഹുവിന്റെ ദീനിനെ പകർന്നു കൊടുക്കാൻ പരിപൂർണമായ രീതിയിൽ നമുക്ക് സാധിക്കണം. നമ്മളൊരു സലാത്ത് നടത്തിയതുകൊണ്ട്, ഒരു ജുമാ നടത്തിയതുകൊണ്ട്, വർഷത്തിൽ ഒരു ഒളിയത്ത് കുറെ പോത്തി നടത്തിയതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ എല്ലായിടത്തേക്കും എത്തൂല്ല. ഞാൻ പറയാണ്, വളരെ ഗൗരവത്തോടെ പറയാണ്, നമ്മൾ ഉള്ള സംവിധാനങ്ങളെ വെച്ച് നമ്മളെ മദ്രസ സംവിധാനം എത്ര വലിയ സംവിധാനമാണ് ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂം നമ്മൾ 1ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. രാവിലത്തെ 2 മണിക്കൂർ കഴിഞ്ഞാൽ ആ ക്ലാസ് റൂം അവിടെ ഫ്രീ ആണ്. നമ്മുടെ ചെറിയ മക്കളുണ്ട്, 3 വയസ്സും 3.5 വയസ്സുമായ മക്കൾ എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ പഠിച്ചു വരികയാണ്. അവരെ നമ്മൾ അംഗനവാടിയിലേക്ക് കൊണ്ടാക്കുന്നതിന് പകരം പകൽ സമയത്ത് ഒരു ചെറിയ ഫീസ് കൊടുത്ത് ഒരാളെ നിർത്തിയിട്ട് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ആ മക്കൾ 1ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് അല്ലാഹ് എന്ന വിചാരം ചെറിയ പ്രായത്തിൽ ഇവർക്ക് പഠിക്കാനാകും. വാഹനം കയറുമ്പോൾ ചെല്ലേണ്ട ദിക്റുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ട ബിസ്മി എങ്ങനെ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഉറങ്ങുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ ചെല്ലേണ്ട അദ്കാറുകൾ എങ്ങനെ, അലിഫ് ബാ അക്ഷരമാലകൾ എങ്ങനെ, ഖുർആനിന്റെ ചെറിയ സൂറത്തുകളെല്ലാം കൃത്യമായി ആ പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ മഹല്ലത്തിൽ നമുക്ക് ഒരുക്കിക്കൂടെ? ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ സഹകരണം കൂടെ ഉണ്ടായാൽ നമ്മുടെ നാട് ഫതഹായി മാറും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.